ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് ചന്ദ്രബോസ് പറയും ഈ ചന്ദ്രബോസ് ഒരാൾക്കും പിടികൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വലിച്ചോണ്ടിരുന്ന ആ സിഗരറ്റ് ആവട്ടെ ചവിട്ടി രോഹിത്തിനെ ഇങ്ങനെ നോക്കും. എന്നിട്ട് പറയടാ, കൂടെ നിന്നാ കൂട്ടാളിയാക്കാം, ഇല്ലെങ്കിൽ ഞാൻ കൂട്ടുപ്രതിയാക്കും. അതാണ് ഈ ചന്ദ്രബോസ്, അറിയാലോ നിനക്കനെ എന്ന് പറഞ്ഞ് ആ സിഗർ ലൈറ്റ് ഇങ്ങനെ കത്തിച്ചിട്ട് അത് ഊതിക്കെടുത്തും. എന്നിട്ട് പറയും മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ശാലിനിയാണ്. ബോധം വന്നിട്ടില്ല. വിഷ്ണു ആണെങ്കിൽ ടെൻഷനോടുകൂടെ അവിടെ പുറത്തുണ്ട്, ആകെ തളർന്നിട്ടുണ്ട് ആള്. ഇതേ സമയം ശാലിനിക്ക് പറ്റിയ അപകടമൊന്നും അറിയാതെ ശാരദാമ്മ വീട്ടിലിരുന്ന് വെജിറ്റബിൾസ് അറിയാ. എന്നിട്ട് പറയും ആഗ്രഹങ്ങൾ ഓരോന്ന് പറഞ്ഞ് ഓരോന്ന് വാങ്ങിക്കും, പാടുവിട്ട് ഞാൻ ഉണ്ടാക്കിയും വെക്കും. എന്നിട്ടെന്താ ഓട്ടം അല്ലേ ഈ നിർത്താതെയുള്ള ഓട്ടം. എന്നാ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം വൈകുന്നേരം വന്നാ കഴിക്കുക, അതുമില്ല ക്ഷീണാണെന്ന് പറഞ്ഞിട്ട് ഉറങ്ങിക്കളയും. ഇന്നെന്തായാലും വരട്ടെ, കഷ്ടപ്പെട്ടുണ്ടാക്കി വെക്കുന്ന ഈ പുഴുക്ക് കഴിപ്പിച്ചിട്ടേ ഞാൻ കടത്തു എന്ന് പറയുമ്പോഴും ശാലിനി അവിടെ ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കണേ. ഇതേ സമയം അങ്ങോട്ട് ശാന്തി ധൃതിയിൽ ഓടി വരുന്നുണ്ട് ഈ വിവരം പറയാനാണ്. ചക്കയാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടാ താഴെ ഇട്ടത്. ഇന്ന് കളക്ടർ സാറിന്റെ ഒരടവും നടക്കില്ല, കഴിപ്പിച്ചിട്ടേ ഞാൻ കിടത്തു. ശാന്തേച്ചിയെ കാണുമ്പോ ശാരദ പറയും ഇന്ന് വൈകിയല്ലേ, നീ എന്താ ഓടി പിടിച്ച്? ഇന്നലെ ഇട്ട ചക്കയാ ശാലിനി പറഞ്ഞിട്ട് പുഴുക്കുണ്ടാക്കാൻ പോവാ. അതല്ല ശാരദാമേ, എന്ത് പറ്റി? എന്താ ശാന്തേ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശാന്തേച്ചി പറയും വഴിയിൽ വേണ്ട ആൾക്കാരാ പറഞ്ഞത്, ടിവിയിലെ ന്യൂസിലുണ്ടെന്നാ പറഞ്ഞത്. ശാരദാമ്മേ, കേട്ടത് സത്യമാണോ എന്താണെന്നൊന്നും അറിയില്ല, കേട്ട പാതി ഞാൻ ഇങ്ങോട്ട് ഓടിയതാ. ശാരദാമ്മയ്ക്കും എന്താ ശാന്ത? ശാലിനി കുഞ്ഞിനെ ശാരദാമ്മയ്ക്കും ശാലിനിക്ക് നീ എന്താന്ന് വെച്ചാ പറ ശാന്തേ. ശാലിനി കുഞ്ഞിനെ ആരോ കുത്തിയെന്ന് ഇത് കേൾക്കുന്ന ശാരദാമ്മ ഞെട്ടിപ്പോവാണേ. കയ്യിലുണ്ടായിരുന്ന ആ കത്തിയും ചക്കച്ചോളയൊക്കെ താഴെ വീഴാ. അയ്യോ, എന്താ ഈ പറയുന്നത്? ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? ശാന്തേച്ചി പറയും വലിയ മുറിവൊന്നും കാണില്ല ശാരദാമ്മേ, വിഷമിക്കല്ലേ. ന്യൂസിൽ അവര് അങ്ങനെയൊക്കെയല്ലേ പറയോ? ശാരദാമ്മ പറയും എവിടെയാണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും ശരി, എനിക്ക് എന്റെ മോളെ എടുത്ത് പോണം. എടി, ഏത് ഹോസ്പിറ്റലിലാണെന്നും മറ്റും അറിയോ? ശാന്തേച്ചി പറയും അതറിയില്ല ശാരദാമ്മേ. ശാരദാമ്മ പറയും നീ വാടി, ആരോടെങ്കിലും ചോദിക്കാം എന്ന് പറഞ്ഞ് ശാരദാമ്മ ടെൻഷനോട് കൂടി ആ കൊലത്തിൽ തന്നെ അങ്ങ് പോവാണേ. ഇതേ സമയം ഹോസ്പിറ്റലിലെ ശാലിനിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. ടെൻഷനോട് കൂടിയ വിഷ്ണു നിൽക്കുമ്പോ ഡോക്ടറെ കാണും. ഡോക്ടർ ശാലിനിക്ക് ഡോക്ടർ പറയും അത്യാവശ്യമായിട്ട് ബ്ലഡ് വേണ്ടി വരും, അതിനുള്ള സംവിധാനം ഉടൻ തന്നെ ഉണ്ടാക്കണം. വിഷ്ണു അപ്പോഴും ചോദിക്കുന്നത് ശാലിനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല, നല്ല ബ്ലഡ് നഷ്ടമായിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യുന്നുണ്ട്, ഇനി പ്രാർത്ഥിക്കുക, പരിധിയില്ലാതെ സഹായിക്കാൻ പറ്റുക ഈശ്വരനെ മാത്രമാണ് എന്ന് പറഞ്ഞ് ഡോക്ടറോട് പോകും. വിഷ്ണുവും കമലനും അനുവൊക്കെ ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. വിഷ്ണു ഒന്നുകൂടെ തകർന്നു പോകുമ്പോ അനു പറയും സാർ ഒന്നുകൂടെ ടെൻഷൻ ആവണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞ് അനു അങ്ങനെ ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ സങ്കടത്തോടു കൂടെ നിൽക്കുക. അപ്പോഴായിരിക്കും അങ്ങോട്ട് യൂണിഫോമിലെ ചന്ദ്രബോസ് വരുന്നത്. കളക്ടർക്ക് എങ്ങനെയുണ്ട്, സീരിയസ് ആണോ? ബോസിനെയും ബോസിന്റെ ചോദ്യവും കേൾക്കുമ്പോ എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. അനു ഒന്നും മിണ്ടുന്നില്ല. ഈ മീഡിയക്കാരുടെ വായടപ്പിക്കേണ്ട സമയമായി. തെറ്റായ വാർത്തയാണെന്നേ ഈ ചാനലിലെല്ലാം പറച്ചുവിടുന്നതേ. ആള് തീർന്നെന്ന് വരെ ചിലപ്പോ അവര് പറഞ്ഞു കളയും. ആ ഞെട്ടല്ല ഞാനിങ്ങോട്ട് വന്നു കയറിയത്. ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്ന് അറിയണല്ലോ. വിഷ്ണുയ്ക്കും എന്റെ ഭാര്യ ചത്തോന്ന് അറിയണം അല്ലേ? ബോസിനങ്ങ് ദേഷ്യം വരും. ഇതാ കണ്ടില്ലേ, വിഷ്ണുവും തെറ്റിദ്ധരിച്ചു. അല്ലേലും എനിക്ക് അതിനേക്കാളും വലിയ കഷ്ടകാല ഈ നാവ് കൊണ്ട് ഒരുപാട് പഴികൾ കേൾക്കുന്ന വാരഫലത്തിലുള്ളതേ. വിഷ്ണു ബോസിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും ഇതൊരു ഹോസ്പിറ്റലായി പോയി, അല്ലെങ്കിലേ ഇതിനുള്ള മറുപടി ഞാൻ തന്നേനെ. ബോസ് പറയും എടാ ഉരുപ്പേ, നിന്റെ ഭാര്യ അത്യാസന നിലയിലായതുകൊണ്ട് കൊള്ളാം, ഇല്ലെങ്കിൽ നിന്റെ ഈ നാവാട്ടത്തിനുള്ള പണിയൊക്കെ ഇപ്പോഴും എന്റെ കയ്യിലുണ്ടടാ. ഇതേ ഹോൾഡ് സ്റ്റോക്ക് അല്ല, ന്യൂ സ്റ്റോക്കാ, അതുകൊണ്ടേ അധികം നീയൊന്നും അങ്ങനെ നെകളിക്കണ്ട. വിഷ്ണു പറയും ചന്ദ്രബോസേ, എന്റെ പിടിവിട്ട് നിൽക്കാണ് ഞാൻ. എന്റെ കൺമുന്നിൽ ഇപ്പോഴുള്ളത് ശാലിനിയെ കുത്തിയവന്റെ ചിത്രം മാത്രം. അതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടാ ഇനിയുള്ള എന്റെ നീക്കം. അതിന്റെ മുന്നിൽ അവനെ പിന്നിലുള്ള പ്രമാണികൾക്ക് മുന്നിലെ നിന്റെ പേര് പതിയാതിരിക്കാൻ നീയൊന്ന് പ്രാർത്ഥിച്ചോ. പതിഞ്ഞാ പിന്നെ നീയില്ല. ബോസ് വയ്ക്കും അങ്ങനെ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നെ അങ്ങ് തീർക്കോടാ. അതിനുള്ള ടൂള് നിന്റെ മടിത്തടത്തിലുണ്ടോടാ? ഉണ്ടെങ്കിലേ ഒന്ന് മൂർച്ച കൂട്ടി വെച്ചോ. നിന്റെ തിരക്കിട്ട തിരച്ചിലിനിടയില് എവിടെയെങ്കിലും വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. വിഷ്ണു ഇത് കേൾക്കുമ്പോ ദേഷ്യം കൂടുന്നുണ്ട്. ബോസ് പറയും പക്ഷേ ആ സമയം ആയുധം എടുത്ത് നീ വരുമ്പോ നിന്റെ മുട്ടൊന്ന് നിവർന്നു കിട്ടാൻ ഇപ്പോഴേ മുട്ടിപ്പായില് പ്രാർത്ഥിക്കേണ്ടി വരും. കാരണം എനിക്കെതിരെ നീ തിരിയുന്നതിന് മുമ്പ് നിന്റെ മുട്ട് ഞാൻ ഇങ്ങ് എടുക്കും. ഇത് കേൾക്കലും വിഷ്ണു ടാ പൊന്നെ, അപ്പൊ നീ ആയിരുന്നല്ലേ എന്ന് പറഞ്ഞ് ബോസിന്റെ കഴുത്തിന് പിടിച്ച് അവിടെ അങ്ങ് ചുമരിലൊട്ടിക്കുക. വിടാശനെ എന്ന് പറഞ്ഞ് കമലൻ പിടിക്കുന്നുണ്ട് പോലീസ്. അതുപോലെ പിന്നെ പിടിച്ചു മാറ്റിയാണേ, പിടിച്ചു കൊണ്ടുപോടോ എന്ന് പറയുമ്പോ അവരെല്ലാരും കൂടെ വിഷ്ണുവിനെ പിടിച്ച് അവിടുന്ന് കൊണ്ടുപോകും. ടാ പൊന്നെ, വിട്ടേക്കില്ല നിന്നെ ഞാൻ, കരുതിയിരുന്നോ എന്നൊക്കെ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ടാണ് വിഷ്ണു അവിടുന്ന് പോകുന്നതല്ല
അവരവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതിലനു സോറി സാർ എന്നിങ്ങനെ ബോസിനോട് പറയുമ്പോ ബോസ് പറയും, എടോ ഇവന്റെ ഭാര്യ ആരോ പൂളിന്ന് കരുതിയിട്ട് ഇവൻ എന്റെ നെഞ്ചിലോട്ട് കയറുന്നത് എന്തിനാ? ഇങ്ങനത്തെ ഒരു സാഹചര്യമായി പോയി. ഇല്ലെങ്കിൽ പോലീസ് യൂണിഫോമിലുള്ള ഒരു പോലീസുകാരനെ തൊട്ടപ്പോ അവന്റെ ആ കൈ ഞാൻ വെട്ടിയാനെ. അനു പറയും, സാർ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് അങ്ങനെ ചെയ്തു പോയതാണ് സാറേ, ക്ഷമിക്കണം. ബോസ് പറയും, അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് മാത്രാ അവനെതിരെ ഞാൻ ആക്ഷൻ ഒന്നും എടുക്കാത്തത്. പക്ഷെ ഇത് കഴിയുമ്പോ എല്ലാം കൂടെ ചേർത്ത് ഞാൻ അവന് കൊടുക്കുന്നുണ്ട്. അനു പറയും, പക്ഷെ സാർ ഇവിടുത്തെ ലോക്കൽ പോലീസ് ഞങ്ങൾക്ക് ഒരു സഹായവും ചെയ്തു തന്നിട്ടില്ല. കളക്ടർക്ക് ഇങ്ങനൊരു അപകടം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പോലും അവര് വന്നത് അല്പം മുമ്പാ. ബോസ് പറയും, അക്കാര്യം ഞാൻ അന്വേഷിക്കാം. പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നടപടി എടുത്തിരിക്കും എന്ന് പറഞ്ഞ് ബോസ് അവിടുന്ന് പോകും. അപ്പോഴേക്കും കമലൻ വിഷ്ണുവിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആശാനെ എന്ന് വിളിച്ചു പിടിക്കുമ്പോ വിടടാ എന്ന് പറഞ്ഞ് കമലിനെ തട്ടിമാറ്റും. കമലൻ പറയും, ആശാൻ ഒന്നും ചെയ്യാൻ പോണ്ട, നമ്മൾ കൂടെ അകത്തായാലേ ഏട്ടത്തിമ്മയുടെ കാര്യം കഷ്ടാവും. അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, തൽക്കാലം ആശാൻ ഒന്ന് ക്ഷമിക്കി. അങ്ങനെ നോക്കുമ്പോ ബോസ് പുറത്തേക്ക് വരണേ. വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തില് കണ്ണിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്. ബോസ് ഇങ്ങനെ പുച്ഛത്തിന് മുഖം തിരിച്ച് വണ്ടിയിൽ കയറി പോകും. ശേഷം അകത്ത് ഡോക്ടേഴ്സ് ശാലിനിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ. വിഷ്ണു ടെൻഷനോട് കൂടെ ഇപ്പോ ഐസിയുടെ മുന്നിലുണ്ട്. ഈ സമയം അങ്ങോട്ട് ശാരദാമ്മ ഓടിപ്പാഞ്ഞു വരിക. മോനെ വിഷ്ണു, ശാലിനിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് ഓടി വരും. പേടിക്കാനൊന്നുമില്ല ശാരദാമ്മേ, കുറച്ച് ഇത്തിരി ബ്ലഡ് പോയിട്ടുണ്ട്. ശാരദാമ്മ പേടിച്ചുകൊണ്ട് നിൽക്ക. ഡോക്ടർ പുറത്തേക്ക് വരുമ്പോ ഡോക്ടർ എന്ന് വിളിക്കുമ്പോ ഡോക്ടർ പറയും, ആള് അൺകോൺഷ്യസ് ആണ്, ധാരാളം ബ്ലഡ് പോയിട്ടുണ്ടല്ലോ, ഇപ്പോ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്ന നിൽക്കുമ്പോ ശാരദാമ്മ അങ്ങ് പേടിക്കും. അത്രയും പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ട് പോകും. ഈ സമയം ശാരദാമ്മ വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വിഷ്ണുവും ശാരദാമ്മയും സങ്കടത്തോടു കൂടെ നിന്ന് കരയണേ. പിന്നീട് കാണിക്കുന്നത് സത്യയെ കൂട്ടാൻ സ്കൂളിൽ ആരും എത്തിയിട്ടില്ല. പപ്പിയെ കൂട്ടാൻ വരുമ്പോ പിള്ളച്ചേട്ടൻ ചോദിക്കും, എന്തു പറ്റി സത്യമോളെ, അമ്മ ഇതുവരെ വന്നില്ലല്ലോ, രാവിലെ കൊണ്ടുവന്നാക്കിയപ്പോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? സത്യ പറയും, ഇല്ല. പിള്ളച്ചേട്ടൻ ചോദിക്കും, പിന്നെന്താ വൈകുന്നത്? അങ്ങനെ വൈകാറുള്ള ആളല്ലല്ലോ. അപ്പോ പപ്പിക്കും സത്യയെ ഫോൺ വിളിച്ച് ചോദിച്ചായിരുന്നോ? സത്യ പറയും, ഏതോ റേഞ്ചില്ലാത്ത സ്ഥലത്താണെന്ന് തോന്നുന്നു, റിങ് പോകുന്നില്ല. പപ്പി പറയും, ചിലപ്പോ ഇങ്ങോട്ട് വരായിരിക്കും. പിള്ളച്ചേട്ടൻ പറയും, അവിടെ ഒരാള് സമയം നോക്കി ഇരിക്കായിരിക്കും. സത്യാമേ, ചെല്ലേണ്ട സമയം കഴിഞ്ഞാൽ പിന്നെ ഫോൺ വിളി പരിപാടി തുടങ്ങും. പിന്നെ അവിടെ ചെന്നിട്ട് വൈകിയതിന്റെ കാരണവും കാര്യകാരണ സഹിതം വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. സത്യ പറയും, എങ്കിൽ പിന്നെ പപ്പിയെ കുട്ടി രമണനങ്കിൾ പൊക്കോ, ഞാൻ അമ്മ വരുന്നത് വരെ ഇവിടെ നിന്നോളാം. പിള്ളച്ചേട്ടൻ പറയും, അയ്യോ അത് വേണ്ട, മോളെ ഇവിടെ തനിച്ചാക്കിയത് രാഘവൻ സാർ അറിഞ്ഞാ പിന്നെ കുറച്ചു ദിവസത്തേക്ക് എനിക്ക് ചെവി കേൾക്കാൻ പറ്റില്ല. നമുക്ക് നോക്കാം, എന്തെങ്കിലും തക്കതായ കാരണം കാണും, അല്ലാതെ ശാലിനി കുഞ്ഞ് വരാണ്ടിരിക്കില്ല. അപ്പോഴായിരിക്കും കാറ് വരുന്നത്. ഹായ് അമ്മ വന്നു. എന്നാ പിന്നെ ഞങ്ങള് പറഞ്ഞാ അപ്പൊ വരുന്നത് അനു ആയിരിക്കും. അയ്യോ അനു ആന്റി ആണല്ലോ. അനു വേഗം വന്നിട്ട് ബാഗ് വാങ്ങിക്കും. വാ മോളെ നമുക്ക് പോകാം. സത്യക്കും എന്തു പറ്റി? എന്റെ അമ്മയ്ക്ക്. അനു പറയും, അത് പിന്നെ അമ്മയ്ക്ക് ചെറിയൊരു തലകറക്കം. അയ്യോ. അപ്പൊ അനു പറയും, വാ മോളെ നമുക്ക് ഹോസ്പിറ്റലിലേക്കാ പോകേണ്ടത്. പിള്ളച്ചേട്ടൻ ചോദിക്കും, എന്തു പറ്റി മോളെ ശാലിനി കുഞ്ഞിനെ? വൈകിയപ്പോഴേ ഞാൻ കരുതി എന്തോ ഒരു പ്രശ്നം കാണുന്നേ. അനുവിനാണെങ്കിൽ പിള്ളേരുടെ മുന്നിൽ വെച്ച് പറയാനും പറ്റണില്ല. തലകറക്കം എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണോ? അപ്പൊ അനു പറയും, മോള് ചെന്ന് വണ്ടിയിൽ കയറി, മോളും കൂടെ ചെല്ലേ. അങ്ങനെ പപ്പയെയും സത്യയെയും അവിടുന്ന് പറഞ്ഞേക്കാണേ. എന്നിട്ട് പിള്ളച്ചേട്ടന്റെ അടുത്ത് കാര്യം പറയും. മാഡത്തിനെ ഒരാൾ കുത്തി. ഇത് കേൾക്കുന്നതും പിള്ളച്ചേട്ടൻ അങ്ങ് ഞെട്ടും. അയ്യോ, ശാലിനി മാഡം ഐസിയിലാ, മക്കളുള്ളതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. പിള്ളച്ചേട്ടൻ ചോദിക്കും, മുറിവ് ആഴമുള്ളതാണോ? ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല പിള്ളച്ചേട്ടാ, ഞങ്ങള് ഹോസ്പിറ്റലിലേക്കാ പോകുന്നത് എന്ന് പറഞ്ഞ് അനുകുട്ടിയെ കൂട്ടി അവിടുന്ന് പോവാ. പിന്നീട് കാണിക്കുന്നത് സത്യമ്മയുടെ വീട്ടിലെ രാഘവൻ നേരം ഇങ്ങനെ ഇരിക്കുമ്പോ ശ്യാമ ചായ കൊണ്ടുവന്ന് കൊടുക്കും. പോകാൻ തുടങ്ങുമ്പോ രാഘവന്റെ ഏട്ടൻ അവിടെ പിടിച്ചു നിർത്തി ശാരദാമ്മയെ കണ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കണേ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെല്ലാം ഒരാണിന്റെയും കാൽച്ചുവട്ടിൽ നിൽക്കാതെ സ്വന്തം കാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാ. അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. രോഹിത്തിനെ പോലുള്ളവർക്കൊക്കെ. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ളവന്മാരെ ഓർത്ത് കരഞ്ഞു തീർക്കരുത് ജീവിതം. ഇവിടുത്തെ അവസ്ഥയൊക്കെ നിനക്കറിയാലോ. മുങ്ങാൻ പോകുന്ന ഒരു കപ്പലായത്. ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നവരൊക്കെ രക്ഷപ്പെടണം. ശാരദാമ്മയുടെ മോളെയും കുഞ്ഞിനെയും ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛാ. അപ്പോ രാഘവേട്ടൻ പറയും, അതേ മോളെ, ഇനി ഇവിടെ നിൽക്കണ്ട. മോക്ക് അച്ഛൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ, ഇതൊരു ഒഴിഞ്ഞ കൂടാണ്. അവിടെ ആവുമ്പോ പപ്പിക്ക് സത്യയുടെ കൂട്ടുണ്ടാവും. മനസ്സിന് സമാധാനം കിട്ടുന്നത് എവിടെയാണോ അവിടെ നമ്മൾ പോയി നിൽക്കേണ്ടത്. ഇവിടെ നിന്നാലേ നിങ്ങൾക്ക് അതൊരിക്കലും കിട്ടത്തില്ല. പാപ്പിമോളുടെ പഠിത്തത്തിനും അവിടെ തന്നെ നിൽക്കുന്നതാ നല്ലത്. പിന്നെ അവൻ രോഹിത്തിന്റെ കാര്യം അതിനെ നോക്കണ്ട. അവനിപ്പോ ലഹരിയുടെ മറ്റൊരു ലോകത്താ. മദ്യ അവനെ ഇപ്പൊ കൊണ്ടു നടക്കുന്നത്. അതിനൊത്താശയ്ക്കും കുറെ ആൾക്കാരുണ്ട്, കുടുംബദ്രോഹികളായ കുറച്ചെണ്ണം. കുറെ കഴിയുമ്പോ അവരുടെ കാര്യം കഴിയുമ്പോ അവരവനെ കൈവിടും, പിന്നെ ഒറ്റയ്ക്കാവും. അപ്പൊ കരഞ്ഞു പിടിച്ച് തിരിച്ചു വരും, അല്ലെങ്കിൽ ഏതെങ്കിലും കടത്തണ്ണയില് അന്തി ഉറങ്ങും. അങ്ങ് ഒടുങ്ങുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ പോകുന്നവരുടെ അവസാനം അങ്ങനെ തന്നെ ആയിരിക്കും. എന്റെ മോളൊന്നും ചിന്തിക്കണ്ട. ശാരദാമ്മ വിളിച്ചാലേ കൂടെ പോണം.
അച്ഛാ എന്ന് വിളിച്ച് ശ്യാമ സംസാരിക്കാൻ തുടങ്ങുമ്പോ സംസാരിക്കാൻ അനുവദിക്കാതെ മോള് പോണം. മോളെ നമ്മുടെ പപ്പിക്ക് വേണ്ടിയിട്ട് പോണം. നമ്മുടെ സങ്കടങ്ങളൊന്നും അറിയാതെ ആ കൊച്ചെങ്കിലും ഉറങ്ങട്ടെ. അപ്പോഴേക്കും പിള്ളച്ചേട്ടൻ പപ്പിയെ സ്കൂട്ടിയിലാ കൊണ്ടുവന്നിരിക്കുന്നത്. അച്ഛച്ചാന്ന് വിളിച്ച് ഓടി വരും. വന്നോ അച്ഛച്ചന്റെ മുത്ത്? അമ്മേ നല്ല വിശപ്പുണ്ട് കേട്ടോ. ശ്യാമ പറയും കഴിക്കാനൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പൊന്നിയാന്റി ഉണ്ട് അടുത്ത്, മോള് ചെല്ലേ. അപ്പോ സത്യാന്ന് പറഞ്ഞ അത്തേക്ക് പോകും. പിള്ളച്ചേട്ടൻ സങ്കടത്തോടു കൂടെ പറയും, സാർ TV വെച്ചില്ലല്ലേ, എല്ലാ ചാനലിലും കാണിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. ശ്യാമയ്ക്കും ടെൻഷൻ ആയിട്ടുണ്ട്. എന്താടോ താൻ കാര്യം പറയടോ. നമ്മുടെ ഷാനിക്കുഞ്ഞിനെ അവിടെ എക്സ്റ്റേറ്റിന്റെ അടുത്ത് വെച്ച് കുത്തേറ്റുന്നേ. ഇത് കേൾക്കുന്ന രാഘവേട്ടനും ശ്യാമയും ഞെട്ടിപ്പോകും. സീരിയസ് ആണെന്നാ കേട്ടത്. അവർ രണ്ടുപേരും ഷോക്കായി ഞെട്ടിത്തരിച്ചു നിൽക്കുക. അപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് സത്യയെക്കുട്ടി അനു ഹോസ്പിറ്റലിലേക്ക് വരാണ്. വിഷ്ണു കരഞ്ഞ് തളർന്നിരിക്കുകയാണ് അവിടെ. ശാരദമ്മ ഭഗവാനെയൊക്കെ വിളിച്ച് ഭയങ്കരമായിട്ട് പ്രാർത്ഥനയിലാണ്. എന്റെ മോള് ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ, ഈ പ്രാർത്ഥന കൈവിടല്ലേ, എന്റെ കുഞ്ഞിന്റെ ജീവൻ എനിക്ക് തിരിച്ചു വേണം, എന്ത് വഴിപാട് വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്റെ കൃഷ്ണ എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കാം. വിഷ്ണു ടെൻഷനോട് കൂടി ഇങ്ങനെ നടക്കുമ്പോ കമലൻ അടുത്ത് വന്ന് ആശാനെ വിളിക്കുമ്പോ എന്താടാ അവരൊന്നും പറയാത്തത്? ഇപ്പോ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക മനുഷ്യൻ. ഇനിയിപ്പോ വേറെ ഏത് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകണ്ടെന്ന് ചോദിക്കേ. കമലൻ പറയും, വരട്ടെ ആശാനെ, അവര് കാര്യങ്ങൾ വന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ നേരിട്ട് കാണാമല്ലോ. ഈ സമയത്തായിരിക്കും അച്ഛാ എന്ന് വിളിച്ച് സത്യ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ സത്യ അങ്ങോട്ട് വരുന്നത് കാണിച്ചുകൊണ്ട് ഈ ഭാഗം കഴിയുന്നത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്